വോട്ടർ പട്ടികയുടെ തീവ്രപരിഷ്കരണം പൂർത്തിയായപ്പോൾ സംസ്ഥാനത്ത് മൊത്തം 9 ലക്ഷം വോട്ടുകളാണ് കുറഞ്ഞത്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം കുറഞ്ഞത് 3,27,000 വോട്ടുകൾ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ കുറഞ്ഞത് 4 മണ്ഡലങ്ങളിലാണ്: തിരുവനന്തപുരം, കഴക്കൂട്ടം, നേമം, വട്ടിയൂർക്കാവ്. അതായത് കേരളത്തിൽ മൊത്തം കുറഞ്ഞ 9 ലക്ഷം വോട്ടുകൾ ഏകദേശം 1/3 കൂടുതൽ വോട്ടുകൾ തിരുവനന്തപുരത്ത് കുറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ കാരണം എന്താണെന്ന് ഇതുവരെ വിശദീകരിക്കപ്പെട്ടിട്ടില്ല. വോട്ടുകൾ കുറഞ്ഞതിന് പല കാരണം പറയുന്നുണ്ട്. ഒന്ന്, മരിച്ചവരുടെ വോട്ടുകൾ നീക്കം ചെയ്യപ്പെടാതിരിക്കുക, സ്ഥലം മാറിയുടെ വോട്ടുകൾ നീക്കം ചെയ്യപ്പെടാതിരിക്കുക, പിന്നെ പലരും ഒരേ പേരിൽ ഒന്നിലേറെ വോട്ടുകൾ രജിസ്റ്റർ ചെയ്യുക. ഇത്തരത്തിലൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ പലയിടത്തും വന്നിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത്തരം കാര്യങ്ങൾ വലിയ വിവാദമായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 10 ലക്ഷത്തോളം വോട്ടുകൾ വ്യാജമായി ചേർക്കപ്പെട്ടു എന്ന് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപണം ഉന്നയിക്കുകയും 35,000 വോട്ടുകൾ ഉണ്ടെന്ന് അന്ന് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കുകയും ചെയ്തതാണ്. ഇത്തവണ ഇതാ രമേശ് ചെന്നിത്തല പറഞ്ഞത് ശരിയാണെന്ന് തെളിയിക്കുന്ന വിധം 9 ലക്ഷം വോട്ടുകൾ വ്യാജമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. അതിൽ തന്നെയാണ് ഈ 3 ലക്ഷത്തിൽ പരം വോട്ടുകൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണെന്നും വന്നിരിക്കുന്നത്. ഈ തിരുവനന്തപുരം ജില്ലയിൽ ഇത്രയും വോട്ടുകൾ കൂടാനുള്ള ഒരു കാരണം ഇപ്പോൾ പുറത്തു വരുന്നത്, ഒട്ടേറെ സ്ഥലങ്ങളിൽ വോട്ടുള്ള ആളുകൾ, തിരുവനന്തപുരത്ത് താമസിക്കുന്നവർ, ഇവിടുത്തെ അവരുടെ സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്യാൻ വേണ്ടി രാഷ്ട്രീയമായിട്ട് അവരുടെ സ്വാധീനം ഉപയോഗിച്ച് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ, ഇലക്ഷൻ കമ്മീഷൻ്റെ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ പേര് ചേർക്കുകയും, അതായത് ഒരേ സമയം അവർക്ക് 2 സ്ഥലത്ത് വോട്ട്, ഇതൊന്നും പരിശോധിക്കപ്പെടുന്നില്ല, അങ്ങനെ പേര് ചേർത്തവരും, അതുകൂടാതെ തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോഴേ തങ്ങളുടെ സ്ഥാനാർത്ഥി ജയിപ്പിക്കാൻ വേണ്ടി മറ്റു സ്ഥലങ്ങളിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നവരും, ഇങ്ങനെ പേര് ചേർക്കാൻ വേണ്ടി ഒറ്റ സംവിധാനമേ ആവശ്യമുള്ളൂ. അതായത് കോർപ്പറേഷനിലെ അല്ലെങ്കിൽ പഞ്ചായത്തുകളിലെ ഒരു റെസിഡൻറ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങുക, അതുപയോഗിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക. ഇങ്ങനെ അനധികൃതമായിട്ട് പേര് ചേർത്ത വോട്ടുകൾ പെരുകിയാണ് തിരുവനന്തപുരത്തെ ഈ 3-4 മണ്ഡലങ്ങളിൽ, മറ്റു പല മണ്ഡലങ്ങളിലും വോട്ടുകളുടെ എണ്ണം കൂടിയത്. അപ്പോൾ ഇതിൻ്റെ പരിണിതഫലം എന്താണ്? അടുത്ത തവണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 2 കാര്യം നടക്കും. ഒന്ന്, കള്ള വോട്ടുകൾ നടക്കത്തില്ല. രണ്ടാമത്തേത്, ഈ അനധികൃതമായിട്ട് ചേർത്ത വോട്ടുകൾ പലതും ചെയ്യപ്പെടാതെ ഇരിക്കും. മരിച്ചവരുടെയും തലമാറിപ്പോയവരുടെയും വോട്ടുകളും കുറയും. അങ്ങനെ വരുമ്പോൾ പോളിംഗ് ശതമാനം ഉയരും. സ്വാഭാവികമായിട്ടും കേരളത്തിൽ എല്ലായിടത്തും പോളിംഗ് ശതമാനം കുറയും. അതിനോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ ഈ 4 മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനം ഗണ്യമായി കൂടാനാണ് സാധ്യത. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം വളരെ താഴെയായിരുന്നു. 62-64% ഉള്ളൂ. ഇതിൻ്റെ കാരണം എന്താണെന്ന് പലപ്പോഴും എല്ലാവരും കൗതുകത്തോടെ നോക്കിയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ പ്രധാന കാരണം ഇതാണ്: ഇവിടുത്തെ ആളുകൾ വോട്ട് ചെയ്യാത്തതല്ല, വോട്ടേഴ്സ് ലിസ്റ്റ് യഥാർത്ഥത്തിലുള്ള വോട്ടർമാർ വോട്ട് ചെയ്യാത്തതല്ല, അനധികൃതമായിട്ട് ചേർക്കുകയും അല്ലെങ്കിൽ മരിച്ചവരുടെ വോട്ടുകൾ നീക്കം ചെയ്യപ്പെടാതെ ഇരിക്കുകയും, പിന്നെ ഒട്ടേറെ പേര് ഇവിടുന്ന് പല സ്ഥലങ്ങളിലേക്ക് കുട്ടികൾ, യുവാക്കളായിട്ടുള്ള ആൾക്കാരൊക്കെ ജോലിക്ക് പോവുകയും പഠനത്തിന് പോവുകയൊക്കെ ചെയ്തുകൊണ്ട്, ഇപ്പോൾ എൻ്റെ പട്ടത്ത് ഞാൻ താമസിക്കുന്ന ലേനിൽ മാത്രം ഏകദേശം 20 വീടുകൾ താമസിക്കുന്നിടത്ത് ഏകദേശം 18 വീടുകളിലോളം കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ പുറത്താണ്. അവരൊന്നും വോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ പക്ഷേ അവരുടെ പേരുകൾ വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ട്. ഇങ്ങനെയുള്ള വോട്ടുകൾ ചെയ്യപ്പെടാതിരിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് പലപ്പോഴും പോളിംഗ് ശതമാനം കുറയുന്നത്. അപ്പോൾ എന്തായാലും ഇത്തവണ പോളിംഗ് ശതമാനം ഗണ്യമായിട്ട് കുറയും. പക്ഷേ കളവോട്ട് ചെയ്യപ്പെടാതിരിക്കുന്നത് വഴിയുള്ള ഗുണം ആർക്കാണ് കിട്ടുന്നത് എന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റില്ല.